നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. നീലാംബരിയും കാവ്യയും ഹോസ്റ്റലിൽ എത്തിയപ്പോൾ സമയം 8:30 കഴിഞ്ഞിരുന്നു. ഹോസ്റ്റൽ വാർഡനോട് ലേറ്റാവുമെന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി അവർക്ക് വേണ്ടി ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷേ ഈ ആനുകൂല്യം അവർ എല്ലാ ദിവസവും നൽകുകയില്ല. കാര്യവിവരം പറഞ്ഞ് നേരത്തെ തന്നെ വാർഡനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമേ അവർ 8 മണിക്ക് ശേഷം വരുന്നവരെ അകത്ത് കയറ്റുകയുള്ളൂ. രണ്ടുപേരും കോരിച്ചൊരിയുന്ന മഴ നനഞ്ഞാണ് ഹോസ്റ്റലിൽ എത്തിയത്. റൂമിലെത്തിയത് അവൾ കുളിച്ച് ഫ്രഷായി. നീലാംബരിക്ക് കാവ്യയുടെ പെരുമാറ്റത്തിൽ അല്പം അകൽച്ച ഫീൽ ചെയ്തു. കൺവെൻഷൻ ഹാളിൽ വെച്ച് രണ്ടുപേരും തമ്മിൽ ചിരിച്ച് സംസാരിച്ചുവെങ്കിലും കിരൺ പോയതിനു ശേഷം കാവ്യയുടെ പെരുമാറ്റത്തിൽ നിന്ന് നീലാംബരിക്ക് അകൽച്ച മനസ്സിലായി തുടങ്ങിയിരുന്നു. റൂമിലെത്തി ഫ്രഷായതിനു ശേഷം കാവ്യയോട് കാര്യങ്ങൾ ചോദിക്കാമെന്ന് നീലാംബരി കരുതി. കാവ്യ, നിനക്കെന്നോട് പിണക്കാണോടാ? വല്ലാത്തൊരു വിഷമത്തോടെയാണ് അവൾ ചോദിച്ചത്. ഞാനെന്തിനാ നിന്നോട് പിണങ്ങുന്നത്? പിന്നെ നീ എന്താ എന്നോട് പഴയ പോലെ സംസാരിക്കാത്തത്? ഞാനാണോ സംസാരിക്കാത്തത്? നീയാണല്ലോ പലതും എൻ്റെ അടുത്ത് ഒളിച്ചു വെക്കുന്നത്. പരിഭവം പുറത്തു കാട്ടി കാവ്യ കട്ടിലേക്ക് കിടന്നു. കാവ്യ, നമ്മൾ എന്തേ ഹാപ്പിയിട്ടാണ് ഇവിടെ കഴിയുന്നതെന്ന് എനിക്കറിയാലോ. അതിനിടയിൽ എൻ്റെ കാര്യങ്ങളെല്ലാം കൂടി പറഞ്ഞ് നിന്നെ എന്തിനു വിഷമിപ്പിക്കുന്ന കരുതിയാൽ ഞാൻ. നീല പറഞ്ഞു കഴിഞ്ഞില്ല. കാവ്യ കൈയുയർത്തി അവളെ തടഞ്ഞു. മതി, നീ എന്നെ അങ്ങനെയാണ് കരുതിയിരുന്നത്. എന്നെ പറ്റി എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറയാറുണ്ടായിരുന്നല്ലോ. എന്നെ പറ്റി, എൻ്റെ ഫാമിലിയെ പറ്റി എല്ലാം അറിയാവുന്നതുകൊണ്ടല്ലേ നീ ഇന്ന് എല്ലാ കുറ്റങ്ങളും സ്വയം ഏറ്റത്. എൻ്റെ ജോലി പോകാതിരിക്കാനല്ലേ നീ അതെല്ലാം സ്വന്തം തലയിലാക്കിയത്? പറഞ്ഞില്ല കാവ്യ, നിന്റെ ഫാമിലി നടക്കുന്നതൊക്കെ ഈ കാലത്ത് ഒട്ടുമിക്ക ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഫിനാൻഷ്യലി എല്ലാവരും ഓക്കെ ആയിരിക്കില്ലല്ലോ എപ്പോഴും. നിന്റെ വീട്ടിൽ അനിയൻ്റെ അമ്മയുടെയും കാര്യങ്ങളൊക്കെ നീ തന്നെയല്ലേ നോക്കുന്നത്. നിനക്കൊരു ജോലിയുള്ളതുകൊണ്ട് ആ വീട് സന്തോഷത്തോടെയല്ലേ കഴിഞ്ഞു പോകുന്നു. കാശ് എന്നുള്ളൊരു കാര്യം മാറ്റി നിർത്തിയാൽ നിനക്ക് എന്ത് പ്രശ്നം കാവ്യ നിന്റെ വീട്ടിലുള്ളത്? എല്ലാവരോടും പറയാതിരിക്കാൻ മാത്രമുള്ള ഒരു പ്രശ്നവും നിനക്കില്ലല്ലോ. പക്ഷെ എനിക്കുണ്ട്. ഞാൻ പറയുന്ന പല കാര്യങ്ങളും ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റില്ല. എനിക്ക് തന്നെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ വീട്ടിലുണ്ട്. നേരം പോക്ക് സമയത്ത് പറഞ്ഞിരിക്കാൻ പറ്റുന്ന മുത്തശ്ശി കഥകളല്ല എൻ്റെ ജീവിതം. ഒരുപക്ഷെ എല്ലാം കേട്ട് കഴിയുമ്പോൾ നീ തന്നെ എന്നെ വെറുത്താലോ എന്ന് നീലാംബരി വാക്കുകൾ മുറിഞ്ഞുകൊണ്ട് പറഞ്ഞു നിർത്തി. നീ ഇത് ഏത് യുഗത്തിലാണ് ജീവിക്കുന്നതില്ല. നീ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കിയത്? അന്ന് ഞാൻ മനുഷ്യ സ്ത്രീയല്ലേ? നീ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവാതിരിക്കാൻ? അങ്ങനെയല്ല കാവ്യ, നമ്മൾ തമ്മിൽ കണ്ടിട്ട് 2 മാസമല്ലേ ആയിട്ടുള്ളൂ. പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കാവ്യ. ഒരുപക്ഷെ ഈ ലോകത്ത് ആർക്കും തന്നെ അറിയാത്ത ഒരുപാട് 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 കാര്യങ്ങൾ. എൻ്റെ വീട്, ചുറ്റുപാട്, ഞാൻ ജീവിക്കുന്ന അവസ്ഥ, അതൊന്നും ആർക്കും അറിയില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അറിയുന്നവരത് അറിഞ്ഞിട്ടുണ്ടെന്ന് പിന്നീട് ഭാവിക്കാറില്ല. എന്നോട് കൂട്ടുകൂടാൻ വരാറുമില്ല. നീലാംബരി എന്തോ കണ്ണിന് മുമ്പിൽ കാണുന്ന പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. അത്രയ്ക്ക് മാത്രം എന്താണ് നിന്റെ ജീവിതത്തിലുള്ളത്? കാവ്യ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. കിരണേട്ടൻ പറഞ്ഞ പോലെ എല്ലാം കൂടി ഒരുമിച്ച് പറയാൻ പറ്റില്ലല്ലോ കാവ്യ. നമുക്ക് പതിയെ പതിയെ ഓരോ കാര്യങ്ങളായിട്ട് പറയാം. നീലാംബരി പറഞ്ഞു തുടങ്ങി. അവളുടെ അച്ഛനെ കുറിച്ച്, അമ്മാവനെ കുറിച്ച്, അവളുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും അമ്മയെയും കുറിച്ച്, ഒടുവിൽ മുകുന്ദനെ കുറിച്ച്. ഒരു മുത്തശ്ശി കഥ കേൾക്കുന്ന പോലെയെല്ലാം കാവ്യ കേട്ടിരുന്നു. അപ്പോൾ നിന്റെ കല്യാണം മുകുന്ദനായിട്ട് ഫിക്സ് ചെയ്തോ? നിനക്കപ്പോൾ അയാൾ കല്യാണം കഴിക്കേണ്ടി വരുമോ? സിനിമാ കഥ കേട്ട പോലെ ഒരു അതിശയം കാവ്യയിലുണ്ടായിരുന്നു. എനിക്കറിയില്ല കാവ്യ, എനിക്ക് അതിനൊന്നും ഒരു മറുപടിയില്ല. ഒരു കാര്യം എനിക്കറിയാം. എനിക്ക് അയാളെ കാണുന്ന പോലും ഉറപ്പാണ്. അയാളൊരു വൃത്തികെട്ടവനാണ്. അയാളുടെ ജീവിതത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. സ്ത്രീകൾ വെറും ഭോഗവസ്തുക്കളായിട്ടാണ് അയാൾ കാണുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത്രയും പഠിച്ച്, പിന്നെ എങ്ങനെയാണ് എനിക്ക് എറണാകുളം പോലുള്ള സിറ്റിയിൽ ജോലി കിട്ടിയത്? കാവ്യ അതിശയത്തോടെയാണ് നീലാംബരിയോട് ചോദിച്ചത്. ശോഭന ടീച്ചർ, എൻ്റെ സ്വന്തം ടീച്ചറമ്മ. ടീച്ചറമ്മയ്ക്ക് എൻ്റെ കുറേ കാര്യങ്ങൾ അറിയാം. 10ാം ക്ലാസ്സിൽ പഠിത്തം മതിയാക്കാൻ ശശിധരമാൻ പറഞ്ഞപ്പോൾ നന്നായി പഠിച്ച് ഫുൾ മാർക്ക് മേടിച്ച മോൾക്ക് തുടർന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാൻ ടീച്ചറമ്മ എനിക്ക് വാക്ക് തന്നു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക് മേടിച്ച് പാസ്സായി. കാവ്യ, നീ കാണാറില്ലേ നാട്ടിലൊക്കെ ഫുൾ മാർക്ക് വാങ്ങി പാസ്സാകുന്ന കുട്ടികളെ ചില ട്രസ്റ്റുകൾ അനുമോദിക്കുന്നത്? അങ്ങനെ ഒരു അവസരം ടീച്ചറും എനിക്ക് വാങ്ങിത്തന്നു. ഒപ്പം അച്ഛനില്ലാത്ത എന്നെ പഠിപ്പിക്കാൻ സഹായിച്ച ശശിധരമാമിയെ നാട്ടുകാർ അഭിനന്ദിച്ചു. അയാളുടെ സ്വഭാവം ആർക്കും അറിയില്ല. സ്വന്തം പെങ്ങൾ കാര്യസ്ഥലിൽ നിന്ന് ഗർഭിണിയായപ്പോൾ നാട്ടുകാരുടെ ഒന്നും ഒളിച്ചു വെക്കാതെ പ്രണയം പൂവണിയാൻ അവരെ സഹായിച്ച അമ്മാവൻ നാട്ടുകാർക്കൊക്കെ എന്നൊരു മാതൃകയാണ്. പക്ഷെ അച്ഛൻ മരിച്ചപ്പോൾ അത് അമ്മയുടെ ജാതകദോഷമായി മാറി, ഒപ്പം എൻ്റെയും. അന്ന് ഞാനൊരു കാര്യം ഉറപ്പിച്ചു, നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക. അങ്ങനെ +2 ഞാൻ നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി. പക്ഷെ അവിടെ എൻ്റെ വിധി എന്നെ തോൽപ്പിച്ചു. 19 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 23 വയസ്സിന് ശേഷം മാത്രമേ വിവാഹം നടക്കുള്ളൂ എന്ന് വലിയ നമ്പൂരി പറഞ്ഞപ്പോൾ 18ാം വയസ്സിൽ കല്യാണം നടത്താൻ ശശിധരമാമ തീരുമാനിച്ചു. അന്നും ടീച്ചർ അമ്മയുടെ സഹായത്തോടെ ഞാൻ +2 പഠിച്ച സ്കൂളിലെ അധ്യാപകർ വീട്ടിൽ വന്നു. ഞാൻ നന്നായിട്ട് പഠിക്കുമെന്നും ഈ കാലത്ത് 23 വയസ്സൊരു വലിയ പ്രായമില്ലെന്നും അവർ അമ്മാവനോട് പറഞ്ഞു. ഇത്രയും വലിയ ആൾക്കാരുടെ മുമ്പിൽ സ്വന്തം ഇമേജ് രക്ഷിക്കാൻ വേണ്ടി എന്നെ വീണ്ടും പഠിപ്പിക്കാൻ തീരുമാനിച്ചു. നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു തറവാടാണ് എൻ്റേത്. നല്ലൊരു കോഴ്സ് സെലക്ട് ചെയ്ത് പഠിച്ച് ജോലി വാങ്ങാനുള്ള എൻ്റെ തീരുമാനം അമ്മാവൻ തടഞ്ഞു. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി എടുത്ത് നിർത്തിക്കോളാം അമ്മാവൻ പറഞ്ഞു. അങ്ങനെ ഞാൻ BA ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കോളേജിൽ പോയി തുടങ്ങി. ആ 3 വർഷം സ്വാതന്ത്ര്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. രാവിലെയും വൈകുന്നേരം എന്നൊരു കാവൽക്കാരനെ പോലെ മുകുന്ദൻ എൻ്റെ പുറകെ വരുമായിരുന്നു. അയാളെ പേടിച്ചൊരു ആൺകുട്ടി എന്നോട് സംസാരിക്കാൻ വരില്ലായിരുന്നു.
ഒരിക്കലും എന്നോട് ഇഷ്ടം പറഞ്ഞു വന്ന ഒരാളുടെ കാല് രണ്ട് അടിച്ചൊടിച്ച് കളഞ്ഞു മുകുന്ദൻ. ഇപ്പോഴും അയാൾക്ക് നടക്കാൻ കഴിയില്ലെന്ന് ടീച്ചറമ്മ പറയാറുണ്ട്. ഇയാളുടെ സ്വഭാവം കാരണം കോളേജിലുള്ള പെൺകുട്ടികൾ പോലും എന്നോട് കൂട്ടുകൂടാതെയായി. ഇതൊക്കെ അറിഞ്ഞിട്ട് എന്നെ ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക്, റുബീന. ഒരു പാവം ഉമ്മേച്ചി കുട്ടി. ഞാനും അവൾ ഒരുമിച്ചാണ് കോളേജിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം എന്നോടൊപ്പം എൻ്റെ തറവാടും അമ്മയൊക്കെ കാണാൻ വേണ്ടി കൂടെ വന്നു. ആളെ തറവാടിൽ മുത്തശ്ശിക്കൊപ്പം ഇരുത്തി. അന്ന് വൈകുന്നേരം അമ്മയും ഞാനും മുത്തശ്ശനും കൂടി അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി. തിരികെ വന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, മുകളിലത്തെ നിലയിൽ ആളൊഴിഞ്ഞ മുറിയിൽ അവളെ ഞാനൊരല്പം വൈകിയിരുന്നെങ്കിൽ അവൾക്കെല്ലാം നഷ്ടമായേനെ. അന്ന് അവളോടൊന്ന് പോയതിനു ശേഷം പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. കോളേജിൽ നിന്ന് ടി സി വാങ്ങിപ്പോയെന്ന് പിന്നെ ഞാൻ അറിഞ്ഞു. നീ എന്നോട് ചോദിക്കാറില്ലേ ഞാൻ ഇട്ടുകൊണ്ട് വരുന്ന വസ്ത്രങ്ങളൊക്കെ എൻ്റെ അമ്മയുടേതാണോ എന്ന്? അല്ല, എൻ്റെ തന്നെയാണ്. വീട്ടിൽ ഞാൻ ധാവണിയാണ് കൊടുക്കാറ്. പക്ഷേ ഇക്കാലത്ത് ധാവണി എടുത്ത് കോളേജിലും ജോലിക്കൊക്കെ പോകുന്ന എത്ര കുട്ടികളുണ്ട്. എല്ലാവരും ഇടുന്ന പോലൊക്കെ വസ്ത്രങ്ങൾ ധരിക്കാൻ എനിക്കും ഇഷ്ടമാണ്. അത്തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ജീവിതം ഞാൻ ആസ്വദിക്കുകയാണെന്ന് അമ്മാവനും മുകുന്ദനൊക്കെ തോന്നും. അതവർക്ക് ഇഷ്ടമല്ല. കൽപ്പനമ്മയുടെ ഉത്തരപ്രകാരം അത്തരത്തിലുള്ള ഡ്രസ്സ് ഞാൻ ഇടുന്നത്. അതുകൊണ്ട് അമ്മ തന്നെയാണ് എനിക്ക് ഇതുപോലുള്ള വസ്ത്രങ്ങളൊക്കെ അയച്ചു തരുന്നത്. ഞാനിപ്പോൾ ഇടുന്ന ഈ ഡ്രസ്സ്, ഈ ഫോൺ, ഇതെല്ലാം എനിക്ക് ടീച്ചറമ്മ വാങ്ങിത്തന്ന. നിനക്കറിയോ കാവ്യ, ഓരോ ദിവസം ഞാൻ ഭയന്ന് ജീവിക്കുക. ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വഴിയിൽ എവിടെയെങ്കിലും മുകുന്ദേട്ടൻ എന്നെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ എനിക്കിങ്ങനെ ഭയന്ന് ജീവിക്കാൻ ഇനി വയ്യ. ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. കാണുന്നെങ്കിൽ കാണട്ടെന്ന് ചിലപ്പോഴൊക്കെ തോന്നും. ഇനി ആ കുറച്ച് മാസം കൂടിയുള്ളൂ എൻ്റെ ജാതകദോഷം തീരാൻ. നില, ഈ കാലത്ത് നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? കാവ്യൊരു അമ്പരപ്പോടെയാണ് അത് ചോദിച്ചത്. വിശ്വാസമൊന്നുമില്ല, പക്ഷെ എനിക്കിതൊരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. ഈ ഒരു ജാതകദോഷം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഞാൻ അയാളുടെ ഭാര്യയായെന്നെ. പക്ഷെ അതൊക്കെ തീരാൻ ഇനി കുറച്ച് നാൾ കൂടിയേ ബാക്കിയുള്ളെന്ന് ഓർക്കുമ്പോൾ എനിക്കറിയോ കാവ്യ, കരയെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ കരഞ്ഞോണ്ട് നിൽക്കുന്നതിനേക്കാൾ വലിയ അപമാനം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കുഞ്ഞുനാൾ മുതലേ അമ്മാവനും അമ്മായിക്കും ഒരുപാട് തല്ലിയിട്ടുണ്ട്. വളരെ മോശം വാക്കുകൾ കൊണ്ട് എന്നെ അപമാനിച്ചിട്ടുണ്ട്. നിന്നോട് എനിക്ക് പറയാൻ പോലും അറപ്പാണ്. ഇതൊക്കെ എങ്ങനെയും സഹിക്കാം. പക്ഷെ മുകുന്ദേട്ടൻ, അയാളുടെ നോട്ടം, അയാളുടെ ചില നേരത്തുള്ള സംസാരം ഒരു പെണ്ണിനെ താങ്ങാൻ കഴിയില്ല കാവ്യ. കാവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ നീലാംബരിയെ കെട്ടിപ്പുണർന്നു. ഇതൊക്കെ മനസ്സിൽ വെച്ച് ഒറ്റയ്ക്ക് നിനക്ക് ആരുടെയെങ്കിലും ഒന്ന് ഷെയർ ചെയ്തൂടെ? ആരോട് പറയാൻ? കേൾക്കുന്നവരൊക്കെ പിന്നെ ഒരിക്കലും എന്നോട് മിണ്ടാറില്ല. എനിക്കിതൊക്കെ ശീലമായി. നിനക്കറിയാലോ, പലപ്പോഴും നീ തന്നെ കളിയാക്കാറില്ലേ എന്നെ ഒരു സ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റില്ല, പയ്യന്മാരൊക്കെ പുറകെ നടക്കുന്നൊക്കെ. ആരൊക്കെ വന്നാലും എന്നെ ആരൊക്കെ ഇഷ്ടപ്പെട്ടാലും ഈ കഥകളൊക്കെ കേട്ടാൽ പേടിച്ചോടാൻ മാത്രമേ അവർക്കൊക്കെ കഴിയും. അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാം എൻജോയ് ചെയ്യുന്നത്. ഞാൻ അനുഭവിക്കുന്ന വേദനയേക്കാൾ വലുത് എനിക്കൊരിടത്തുനിന്ന് ആർക്കും തരാൻ കഴിയില്ല. മറ്റൊരിടത്തും ഒന്നും പറഞ്ഞ ആർക്കും എന്നെ തളർത്താനും കഴിയില്ല. അങ്ങനെ തളർത്തിയാലും എനിക്കൊന്നും തോന്നാറുമില്ല. കാരണം അതിൻ്റെയൊക്കെ 100 ഇരട്ടി ഞാൻ എൻ്റെ സ്വന്തം തറവാട്ടിൽ നിന്ന് തന്നെ അനുഭവിക്കുന്നുണ്ട്. കാവ്യ, എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. കിരണേട്ട ഇതൊന്നും അറിയരുത്, ആരും അറിയരുത്. നിന്നോട് എനിക്കെന്തോ വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞ്. പക്ഷേ നില, കിരൺ ചോദിക്കുമ്പോൾ പിന്നെ എന്തു പറയും നമ്മൾ? നിന്നോട് ചോദിച്ചാൽ നിനക്കൊന്നും അറിയില്ല, അത്ര തന്നെ. എന്നോട് ചോദിച്ചാൽ ഞാൻ എനിക്ക് അപ്പം തോന്നുന്നു പറയും. പക്ഷെ നീ പറയില്ലെന്ന് പ്രോമിസ് ചെയ്യും. എൻ്റെ തലയത്തോട് സത്യം ചെയ്യും. കാവ്യ അവളെ സൂക്ഷിച്ച് നോക്കി. എപ്പോഴും ചിരിച്ച് തമാശയും പറഞ്ഞ് പാറിപ്പറന്ന് നടക്കുന്ന ഒരു സുന്ദരി കുട്ടി. അവളുടെ ഭംഗിയുള്ള ഈ കണ്ണുകൾക്ക് പുറകിൽ ഇത്രയും നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു സിനിമ കാണുന്ന പോലെ. മതി, ഇനി അവൾ ഓരോന്ന് ചോദിച്ച് വേദനിപ്പിക്കണ്ട. എനിക്ക് എൻ്റെ പഴയ നിലയെ തിരിച്ചു വേണം. എന്താ ആലോചിക്കുന്ന കാവ്യ? പ്രോമിസ് ഇല്ലേ നീ? നില, ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോയെന്നറിയില്ലടി. ഞാൻ തലയിൽ തൊട്ട് കള്ളസത്യം ഇട്ടാലില്ലെങ്കിലും നീ ആ മുകുന്ദൻ്റെ കൈ കൊണ്ട് ചാവില്ലെന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് നിന്നെ ഞാൻ. നീലാംബരി ഒരു പില്ലോ കാവ്യക്ക് നേരെ എറിഞ്ഞു. അവൾ മറ്റൊരു പില്ലോ ഉയർത്തി അത് തടഞ്ഞു. അങ്ങനെ അവരുടെ കളിയും ചിരി ആ റൂമിൽ ഏറെ നേരം നീണ്ടു നിന്നു. എപ്പോഴോ പരസ്പരം കെട്ടിപ്പിടിച്ച് അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു. 7:30 അലാറം കേട്ടാണ് കാവ്യ എഴുന്നേറ്റത്. അലാറം ഓഫാക്കി അവൾ പറഞ്ഞു, നില നില ടീ എഴുന്നേക്ക്, ഓഫീസിൽ പോകണ്ടേ? ഇന്നലത്തെ പോലെ ലേറ്റ് ആവാനാണോ നീ പോത്തുപോലെ ഇറങ്ങുന്നത്? അവൾ നീലാംബരി കിടന്ന ഭാഗത്തേക്ക് നോക്കി ഉറക്കെ ചെടവോടെ പറഞ്ഞു. പക്ഷേ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നീലാംബരി അവിടെ ഇല്ല. നില, ഇവളിതെവിടെ പോയി? മുകുന്ദൻ തട്ടിക്കൊണ്ടുപോയ ദൈവമേ. കാവ്യ നോക്കുമ്പോൾ ബാത്റൂമിനുള്ളിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ നീലിക്കുട്ടി നന്നായല്ലോ. അല്ലെങ്കിൽ ഞാൻ ചവിട്ടി തള്ളിയിട്ടാ പോലും എഴുന്നേൽക്കാത്തവളാ. നീലാംബരി കുളി കഴിഞ്ഞ് ഡോർ തുറന്നിറങ്ങിയതും കണ്ടു അവളെ തന്നെ അന്തം വിട്ട് നോക്കിയിരിക്കുന്ന കാവ്യ. എന്താടി നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? മുട്ടുവരെ ടവലിട്ട് വരുന്ന മത്സരനിക ആരാണ് നോക്കിയതാ? നീലാംബരി എന്തി? അവർ രണ്ടാളും ചിരിച്ചു. നിനക്ക് പുതിയ ഓഫീസ് എവിടെയെന്ന് അറിയോ കാവ്യ? അറിയില്ല, ഓട്ടോ പിടിച്ച് പോയാലോ? ഓട്ടോക്കാർക്കറിയാത്ത സ്ഥലങ്ങളുണ്ട് ഈ ഭൂമിയിൽ. എന്നാലേ പൊന്നുമോളൊന്ന് പെട്ടെന്ന് കുളിച്ചിട്ട് വന്നേ, നമുക്ക് ഇന്ന് നേരത്തെ ഇറങ്ങാം. കാവ്യ നിലയെ നോക്കി ഭംഗിയായി ഒന്ന് വിളിച്ചു. ഓഹ്, പല്ലിയൊക്കെ മറക്കണ്ട. ഓഹ്, പല്ലിതേക്കാൻ മറക്കണ്ട, മണത്തിട്ട് വയ്യ, ഒന്ന് പോടി. ഇല്ലത്തമ്മേ. അത് പറഞ്ഞ് കാവ്യ വേഗം ബാത്റൂമിൽ കയറി വാതിലടച്ചു. ഡിഡി ഇല്ലത്തമ്മ നിന്റെ. കാവ്യ പോയ വഴി നോക്കി നില വിളിച്ചു പറഞ്ഞു.
രണ്ടാളും വേഗം തന്നെ റെഡിയായി. കാവ്യ ഒരു ബ്ലാക്ക് കളർ സ്ലീവ്ലെസ് സ്ട്രൈറ്റ് കൂർത്തിയും വൈറ്റ് ജെഗിൻസുമായിരുന്നു ധരിച്ച്. ലെയർ കട്ട് ചെയ്ത മുടി പോണിറ്റെയിൽ കെട്ടി വെച്ചു അവൾ. നീലാംബരി ഒരു ഡാർക്ക് ഗ്രേ കളർ സൽവാറാണ് ഇട്ട്. അതിനോടൊപ്പം ഓറഞ്ച് കളർ നെറ്റിൽ ഓറഞ്ച് നിറത്തിൽ തന്നെയുള്ള പൂക്കൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ഡിസൈനർ ഷോൾ പിൻ ചെയ്യാതെ കഴുത്തിലേക്ക് ചേർത്ത് പകുതി നിവർത്തിയിട്ടു അവൾ. ഇരു സൈഡിൽ നിന്ന് അല്പം മുടി വീതമെടുത്ത് ചെറിയ ക്ലിപ്പിട്ടു. നെറ്റിയിൽ ഒരു കറുത്ത പൊട്ടും വെച്ചു. കാവ്യ അത്യാവശ്യം മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. രണ്ടാളും മെസ്സിൽ പോയി ഫുഡ് കഴിച്ചതിന് ശേഷം ഹോസ്റ്റലിന് പുറത്തേക്ക് ഇറങ്ങി. കിരൺ രാവിലെ ഉറക്കമുണർന്നപ്പോഴാണ് താൻ ഇന്നലെ ജാന്റെ മുറിയിലാണല്ലോ കിടന്നതെന്ന് ഓർമ്മ വന്ന്. തൻ്റെ അരിയിൽ അവനില്ലെന്നും ജാൻ മാൻഷനിൽ തന്നെ ജിമ്മിലാണല്ലോ ഈ സമയം ഉണ്ടാവുമെന്നും അവൻ ഓർത്തു. താൻ ഇന്നലെ പറഞ്ഞിരുന്നതും ജാൻ കേട്ടിരുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു നൊമ്പരമുണ്ടായി കിരണിന്. കേൾക്കാത്ത സ്ഥിതിക്ക് തന്നെയുള്ള പിണക്കം മാറിയിട്ടുണ്ടാവില്ലെന്നും അവനറിയാം. അവൻ എഴുന്നേറ്റ് സ്വന്തം മുറിയിലേക്ക് പോയി. കിരൺ റെഡിയായ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ജാന്റെ മുറിയിൽ അവൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കിരൺ കണ്ടു ശ്രീയുടെ അടുത്തായി ഫോണിൽ നോക്കിയിരിക്കുന്ന ജാനെ. പെട്ടെന്ന് ഓടി അവൻ ജാന്റെ അടുത്തേക്ക് വന്നിരുന്നു. കിരൺ തന്റെ അടുത്ത് വന്നിരിക്കുന്ന മൈൻഡ് പോലും ചെയ്യാതെ അവൻ ഫോണിൽ തന്നെ നോക്കിയിരുന്നു. എന്നാൽ കിരണിന്റെ വേഷം കണ്ടിട്ട് ശ്രീ പാർവതി ചോദിച്ചു, കിരൺ നീ എവിടെ പോവാടാ? പുതിയ ഓഫീസിലാകാൻ ശ്രീയമ്മേ. നീ ഇത്ര പെട്ടെന്ന് നന്നായോടാ? ശ്രീ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ, ഇവിടെ ചിലർക്കൊന്നും എന്നെ ഒട്ടും വിലയില്ല. എനിക്ക് ഉത്തരവാദിത്തമില്ലെന്നാ ചിലരൊക്കെ പറയുന്നു. അതുകൊണ്ട് ഇനി മുതൽ കുറച്ച് ഉത്തരവാദിത്തം കൂട്ടിവെക്കാന്ന് കരുതി. ഓളി എണ്ണിട്ട് ജാനെ നോക്കിക്കൊണ്ടാണ് കിരണ പറഞ്ഞു. അപ്പോഴും ജാന്റെ മുഖത്ത് തികഞ്ഞ ഗൗരവം മാത്രമേ ഉള്ളൂ. ശ്രീ പാർവതി ജാനിനോടായി പറഞ്ഞു, ഉണ്ണിക്കുട്ട നീ പോകുന്നില്ലേ പുതിയ ഓഫീസിലേക്ക്? നോ മാമ, ഇന്ന് ഞാൻ അവിടെ പോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഓഫീസ് വർക്ക് മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഓഫീസ് സംബന്ധമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ചിലർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം ഓഫീസിലേക്ക്. ജാന പറഞ്ഞ് തന്നെയാണെന്ന് കിരണ് മനസ്സിലായി. ഇതെന്നെയാണ്, എന്നെ തന്നെയാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ച നീ വരണ്ടടാ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഞാനിനി എല്ലാ ദിവസവും പോവും, സൺഡേയും പോവും, എന്റെ ഇഷ്ടം പോലെ പോവും, അത് എന്റെ ഇഷ്ടം. കിരൺ ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ പോയതും സ്ത്രീ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഡാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോടാ. കിരൺ പെട്ടെന്ന് തിരിഞ്ഞ് ഡൈനിങ് ടേബിൾ ലക്ഷ്യമാക്കി നടന്നു. ആ, ഫുഡ് ഞാൻ കഴിക്കും. ഈ വീട്ടിൽ ഫുഡിന് മാത്രമേ എന്നൊരു വിലയുള്ളൂ. എനിക്കും. കിരൺ പോയ വഴിയെ നോക്കി ജാനും ശ്രീയും പുഞ്ചിരിച്ചു. ആ, നിങ്ങൾ പറഞ്ഞ ആ കെട്ടിട ഇതാ. മുന്നിൽ കാണുന്ന ബഹുനില കെട്ടിടത്തിന്റെ കൂറ്റൻ ഗേറ്റ് മുമ്പിൽ ഓട്ടോ നിർത്തി കെട്ടിടത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മധ്യവയസ്കനായ ഓട്ടോ ഡ്രൈവർ നീലാംബരിയോടും കാവ്യയോടുമായി പറഞ്ഞു. വലിയൊരു കോമ്പൗണ്ടിന്റെ അല്പുള്ളിലേക്ക് ഇരിക്കുന്ന ഗ്ലാസിനാൽ നിർമ്മിതമെന്ന് തോന്നുന്ന വിധത്തിലുള്ള കൂറ്റൻ ഒരു ബിൽഡിംഗ്. കാവ്യയുടെയും നീലാംബരിയുടെയും കണ്ണുകൾ മിഴിഞ്ഞു വന്നു. നിങ്ങൾ ഇവിടെയാണോ കുട്ടികളെ ജോലി ചെയ്യുന്നത്? അതെങ്കിൽ ഇനി മുതൽ ഇവിടെയാണ്. എന്നിട്ടാണോ എന്നോട് വഴി അന്വേഷിച്ചത്? അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞങ്ങൾ ഇതിന്റെ പഴയ ഓഫീസിലെ മുമ്പ് വർക്ക് ചെയ്തിരുന്നത്, ഈ ഓഫീസിൽ ആദ്യമായിട്ടാണ് വരുന്നത്. കാവ്യ പറയുമ്പോൾ ഓട്ടോക്കാരൊന്ന് ചിരിച്ചു. മേനോൻസിന്റെ സ്ഥാപനങ്ങൾ അറിയാത്ത ആരെയും എറണാകുളത്തുള്ളത്? മേനോൻസ് ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടിട്ടില്ലേ? വിദേശത്ത് നിന്ന് വരെ രോഗികൾ ചികിത്സ തേടി ആ ഹോസ്പിറ്റലിൽ എത്താറുണ്ട്. പിന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനം, അതൊക്കെ അവരുടെ കുട്ടികൾക്ക് അവർ ചെയ്തു കൊടുത്ത വെറും കളിപ്പാട്ടം മാത്രമാണെന്ന് ആ ജനസംസാരം. നീലാംബരി അത് കേട്ട് ചിരിച്ച അയാളോട് പറഞ്ഞു, അതൊക്കെ വെറുതെ ആങ്കിളെ. എത്ര കുടുംബങ്ങൾ ഈ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുന്നു. ആ, അതും ശരിയാ. അതും പറയാൻ തിരക്കുള്ള റോഡിലേക്ക് ഓട്ടോയുമായി പാഞ്ഞു. നീല, എന്തൊരു വലിയ ഓഫീസാണ് ഇത്. ഇവിടെയൊക്കെ ജോലി ചെയ്യാനൊരു ഭാഗ്യം വേണം. താൻ അങ്ങനെ പറഞ്ഞിട്ടും നീലാംബരിയുടെ ഭാഗത്തുനിന്ന് ഒരു അനക്കവും ഉണ്ടാവാത്തതുകൊണ്ട് കാവ്യ നീലയുടെ മുഖത്തേക്ക് നോക്കി. കണ്ണും തള്ളി വായും തുറന്നു നിൽക്കുകയാണ് നീലാംബരി. നിന്റെ കണ്ണു വന്ന് വായിൽ വീഴുവല്ലടി. ബാക്കി അകത്തിയിട്ടിട്ട് ഞെട്ടാം. പുറത്തു നോക്കുമ്പോ ഇങ്ങനെയാണെങ്കിൽ അകത്ത് കയറുമ്പോ ഞാൻ ജീവനോടുണ്ടാവുമോ? ഓ, അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ. നീലാംബരി അങ്ങനെ തന്നെ നിന്ന് പറഞ്ഞുപോയി. അയ്യോ, അങ്ങനെ ജീവനോടുണ്ടാവുമെന്നൊന്നും പറയല്ലേ. നിന്റെ മുകുന്നേട്ടൻ വിധവനായി പോവും. നീ ചത്താവന് പെണ്ണിട്ടില്ല. അത്രക്ക് സൽഗുണ സമ്പന്നനല്ലേ നിന്റെ ചേട്ടായി. അത് കേട്ട് നീലാംബരി ഒന്ന് ചിരിച്ചു. മുന്നിൽ കണ്ട കൂറ്റൻ കെട്ടിടത്തെയും പണി നടന്നുകൊണ്ടിരിക്കുന്ന ഗാർഡനുമൊക്കെ നോക്കി അവർ മുന്നോട്ട് നീങ്ങി. ഇത്രയും വലിയ ഓഫീസിലാകെ 500ഓളം സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാവ്യ. ഇന്നലെ നിനക്ക് വിക്രം പറഞ്ഞ ഓർമ്മയില്ലേ, ഇനി ഒരുപാട് ഇന്റർവ്യൂസ് നടക്കാനുണ്ടെന്ന്? ഒരു ദിവസം അമലയോട് വിക്രം പറഞ്ഞ് ഞാൻ കേട്ടു. ഇടയിലുള്ള 1-2 ഫ്ലോറിൽ ഫാഷൻ ഷോ നടത്താനുള്ള റൺവേയും പിന്നെ ഹീൽസും ക്ലോത്ത്സും മറ്റു ആക്സസറീസും ഒക്കെ കീപ്പ് ചെയ്യാനുള്ള ഏരിയ ആണെന്ന്. കാവ്യ, എന്നാലും കൊള്ളാല്ലേ നമ്മുടെ ഓഫീസ്? അതേടി, നമുക്കിവിടെ അടിച്ചു പൊളിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, കിരൺ ആള് പാവാ, പക്ഷെ CEO കുറച്ച് ജാടയാ. മുടിഞ്ഞ ഇംഗ്ലീഷ്, ഒടുക്കത്തെ ഗ്ലാമറും. നീ കണ്ടിട്ടില്ലല്ലോ അയാള്? എന്റെ പൊന്നു മോളെ, ഒരു രക്ഷയില്ല. ബോഡി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. അയാളുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. ആ, മുഖത്ത് മാത്രല്ല, മറ്റു പലയിടത്തൊന്നും കണ്ണെടുക്കാൻ തോന്നില്ല. പറിച്ചെടുക്കേണ്ടി വരും. കാൻ തൊട്ടിയ പോലെ ഒട്ടും. കാവ്യ കണ്ണ് മുകളിലേക്ക് മറത്തിക്കൊണ്ട് പറഞ്ഞു. അയ്യേ, നീ എന്ത് വൃത്തിയേടാടി പറയുന്നേ? അതെ, ഞാൻ പറഞ്ഞല്ല, നീ കേട്ടില്ലല്ലോ. ഓഫീസിലെ പല പെമ്പിള്ളേരും ജാന്റെ ഓരോ ബോഡി പാർട്ടും വിവരിക്കായിരുന്നു. അത് സൂപ്പറാ, ഇത് സൂപ്പറാ, വാവ് അവിടെ സൂപ്പറാ എന്നൊക്കെ. എനിക്കാണെങ്കിൽ നന്നായിട്ടൊന്ന് വായി നോക്കാൻ കൂടി പറ്റിയില്ല. നിന്നെ ഓർത്ത് ടെൻഷനിലിരിക്കായിരുന്നല്ലേ ഞാൻ.
സാരില്ല, ഇനി എന്ന് നോക്കിയിരിക്കാലോ. ആ ഫ്ലോറിലല്ലേ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്? നിങ്ങളെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒപ്പം കാവ്യയും ചിരിച്ചു. ഗ്രൗണ്ട് ഫ്ലോറിലെ വലിയ ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് സെൻസർ ഗ്ലാസ് ഡോറിലൂടെ നീലാംബരിയും കാവ്യയും വിശാലമായ ഹാളിലേക്ക് കടന്നു. മനോഹരമായ ഇന്റീരിയർ ചെയ്ത വലിയൊരു ഏരിയ ആയിരുന്നു അവിടെ. വുഡൻ വൈറ്റ് കളർ കോംബോയിലുള്ള മനോഹരമായ റിസപ്ഷൻ കൗണ്ടറും അതിന് ഓപ്പോസിറ്റായി തന്നെ വെയിറ്റിംഗ് ഏരിയയും. ഒരു വാളിൽ നാദ പാരൽസ് എന്ന സ്വർണ്ണലിപികളിൽ നെയിം ബോർഡ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അതിന് തൊട്ടു മുകളിലായ ഒരു മനുഷ്യന്റെ വലിയ ചിത്രം. നീലാംബരി ഒരു നിമിഷം ആ ചിത്രത്തിലേക്ക് ഉറ്റുനോക്കി. നീല, ഇതാണ് മിസ്റ്റർ നാഥമേനോൻ, കിരണിന്റെ അച്ഛനാണ്. അദ്ദേഹത്തിന്റെ സ്വപ്ന ഈ നാദ പാരൽസ് എന്ന്. അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് ഈ നാദ പാരൽസ് എന്ന് ഇന്നലെ ഫംഗ്ഷന്റെ ഇടയിൽ മിസ്റ്റർ ശിവനാഥ് മേനോൻ പറയുന്നുണ്ടായിരുന്നു. കാവ്യ പറഞ്ഞു. ശിവനാഥ് സാറിന്റെ മകനല്ലേ നമ്മുടെ പുതിയ CEO? നീലാംബരി ആകാംക്ഷയോട് ചോദിച്ചു. അതെ, ജയ് ശിവനാഥ മേനോൻ, ജാൻ. കാവ്യ പറഞ്ഞു. ജാൻ ജാൻ. നീലാംബരിയുടെ മനസ്സ് ആ പേര് ഉരുവിട്ടുകൊണ്ടിരുന്നു. നമുക്ക് നമ്മുടെ സ്വർഗരാജ്യം കാണാൻ പോലെന്നില്ല. 12th ഫ്ലോർ ഓർക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നടി. വല്ലാത്തൊരു എക്സൈറ്റ്മെന്റോടെ ലിഫ്റ്റിലേക്ക് ഓടിക്കയറി രണ്ടാളും. ഒരുമാതിരി ഉത്സവപ്പറമ്പിലെ ഫാൻസി സ്റ്റോൾ കണ്ടുപോലെ. 12th ഫ്ലോറിൽ ലിഫ്റ്റ് ഓപ്പൺ ആയതും അവർ പുറത്തേക്ക് ഇറങ്ങി. വലിയ ഗ്ലാസ് ഡോർ തുറന്ന് അകത്തേക്ക് കയറി ഇരുവരും കണ്ണുമിഴിച്ച് നിന്നു. ഒത്തിരി ഓപ്പൺ ക്യാബിനുകളും കുറച്ച് ക്ലോസ്ഡ് ക്യാബിനുകളും സെൻട്രലൈസ്ഡ് AC-യുമാണ്. ചുറ്റുമുള്ള ഗ്ലാസ് വാളുകളിലൂടെ കിഴക്കുന്ന അരിച്ചേർന്ന സൂര്യപ്രകാശം കാണാൻ നീലാംബരി ഒരു സൈഡിലേക്ക് ഓടി ഗ്ലാസ് വാളിൽ പിടിച്ച് പുറത്തുള്ള കാഴ്ചകളിലേക്ക് നോക്കി. ഡീ നീല, പേടിയാവുന്നു. നീ ആ ഗ്ലാസ്സിനടുത്ത് ഇങ്ങോട്ട് മാറിക്ക്. 12ാമത്തെ നിലയായത്. എല്ലാം കൂടി പൊട്ടി താഴെ വേണം നിന്റെ ആത്മാവിന് ഉടഞ്ഞു പോകും. കാവ്യ, ഒന്ന് ഇങ്ങോട്ട് ഓടി വന്നേ. നോക്കടി, എന്ത് ഭംഗി ഇവിടുന്ന് പുറത്തേക്ക് നോക്കിക്കാണ്. ഇത്ര ഉയരത്തിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. അത് കേട്ട് കാവ്യ നീലാംബരിയുടെ അടുത്തേക്ക് ഓടി. രണ്ടുപേരും പുറത്തുള്ള കാഴ്ചകൾ കണ്ട് കുട്ടികളെ പോലെ തുള്ളിച്ചാടി. വാവ്, നൈറ്റ് വ്യൂ സൂപ്പർ ആയിക്കല്ലേ കാവ്യ? ശരിയാ, നമുക്കൊരു സെൽഫി എടുത്താലോടി. എടുക്കാം, നീ ഫോൺ എടുക്ക്. കാവ്യ പെട്ടെന്ന് അവളുടെ ഫോൺ എടുത്ത് ഗ്ലാസ് വാളിനോട് ചേർന്ന് നിന്ന് പുറത്തെ വ്യൂ ഫോക്കസ് ചെയ്ത് സെൽഫി എടുത്തു. ഫോണിൽ ഫോട്ടോ നോക്കിക്കൊണ്ട് തിരിഞ്ഞുന്ന രണ്ടുപേരുടെയും പുറകിൽ കേട്ട ശബ്ദം ഇരുവരെയും ഞെട്ടിച്ച് കളഞ്ഞു. അവർ രണ്ടാളും ഒരുപാട് ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. കിരണാണ്. പേടിച്ചു പോയല്ലോ. കാവ്യ നെഞ്ചത്ത് കൈവച്ച് ഏങ്ങി. ഇത്രയുള്ള പെൺപുലികൾ. എങ്ങനെയുണ്ട് പുതിയ ഓഫീസ്? സൂപ്പർ, കാവ്യ പറഞ്ഞു. നീലത്താമര എന്നൊന്നും ഉണ്ടാക്കുന്ന നീലാംബരി. അവൾ കൊഞ്ചിക്കൊണ്ട് കിരണിനെ തിരുത്തി. ഓ, എനിക്കറിയില്ലല്ലോ പറഞ്ഞോണ്ട് കിരൺ അവളെ തലക്കിട്ടൊന്ന് കൊട്ടി. പെങ്ങളൂട്ടി പറ, എങ്ങനെയുണ്ട് ഓഫീസ്? സൂപ്പർ, സത്യം അടിപൊളി. താഴെ വിക്രം ചേട്ടൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെ. അപ്പൊ സെക്രട്ടറിയാ പറഞ്ഞു 2 കോളേജ് പിള്ളേർ ബാഗും തൂക്കി ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോയെന്ന്. കിരൺ കളിയായിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങൾ കോളേജ് കുട്ടികളൊന്നല്ല. മറുപടിയായി കാവ്യ ദേഷ്യം നടിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ അല്ല, വാ. കിരണിന്റെ പുറകെ ഇരുവരും നടന്ന് വിശാലമായ ഓപ്പൺ ക്യാബിനുകൾക്കടുത്തായി വന്നു. അവിടമൊക്കെ കറങ്ങി കണ്ട ശേഷം ഓരോ ക്ലോസ്ഡ് ക്യാബിനുകൾ അവർ തുറന്നു നോക്കി. മനോഹരമായി ഇന്റീരിയർ ചെയ്ത ലക്ഷറി ഓഫീസ് റൂമുകളും കോൺഫറൻസ് ഹാളും, ഓഫീസ് റൂമുകളുടെ പുറത്തുള്ള വെയിറ്റിംഗ് ഏരിയ, റെസ്റ്റ് റൂം വിത്ത് കോഫി ബാർ, കോമൺ വാഷ് യൂണിറ്റിന്റെ ഇരു സൈഡുകളിലായിട്ടും ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ടോയ്ലറ്റ് ഏരിയ, അങ്ങനെ ഒത്തിരി. കിരൺ രണ്ടുപേരുടെ എക്സൈറ്റ്മെന്റ് കണ്ട് ചിരിയോടെ പറഞ്ഞു. ഈ കാണുന്ന പോലെയുള്ള മറ്റു ഫ്ലോറുകളിൽ ഇതിനേക്കാൾ സൗകര്യങ്ങൾ കൂടുതൽ അവിടെയാ. കോൺഫറൻസ് ഹാളും CEO ഓഫീസൊക്കെ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ സ്റ്റാഫുകൾ കുറവാണ്. പിന്നെ എൻ്റെ ഓഫീസ് റൂം ഇവിടെ അല്ല കേട്ടോ, അത് 6th ഫ്ലോറിലാണ്. എല്ലാവരും കൂടി കയറി ടോയ്ലറ്റിലിരുന്നാൽ ശരിയാവില്ലല്ലോ. അതേതായാലും നന്നായി, കാവ്യ പറഞ്ഞ കിരൺ എന്താന്ന് അർത്ഥത്തിൽ അവളെ നോക്കി. ഇയാളുടെ ശല്യം കുറച്ച് കുറയല്ലോ. ഏടേ, കൂടുതൽ വളഞ്ഞാലുണ്ടല്ലോ നിന്നെ ഞാൻ 6th തട്ടും. നിനക്കെന്നെ PS ആവണോ? അയ്യോ വേണ്ടായേ. എന്നാ വാടിച്ചിരുന്നോ. കാവ്യ വായിൽ സിബിട്ട പോലെ കാണിച്ചു. പെട്ടെന്ന് വിക്രാത്തേക്ക് കയറി വന്നു. ആ, കിരൺ സാർ ഇവിടെ ഉണ്ടായിരുന്നു. കാവ്യ നിലന്ന് എത്ര നേരത്തെ വന്നു? ഇന്ന ദിവസം കുറച്ച് ലേറ്റായാലും കുഴപ്പമില്ലായിരുന്നല്ലോ. ആ, ലേറ്റായ കഥകളൊക്കെ പറയാതിരിക്കുന്ന വിക്രം ചേട്ടാ ഭേദം. കിരൺ മുകളിലേക്ക് നോക്കി ആക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീലാംബരി അവൻ നോക്കി കണ്ണുരുട്ടി. ആഹാ, നിങ്ങൾ 3 പേരും പരിചയപ്പെട്ട ലക്ഷണം ഉണ്ടല്ലോ. കിരൺ സാറേ, കാണുന്ന പോലെയുള്ള ഈ 2 പഠിച്ച കളികളാ. ഇടയ്ക്ക് നീലാംബരിയുടെ തലക്കിട്ട് തട്ടിക്കൊണ്ട് വിക്രം തമാശ പോലെ തുടർന്നു. ദേ, ഈ നിൽക്കുന്ന സുന്ദരി മിണ്ടാപൂച്ച ആള് ഭയങ്കര വികൃതിയാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട. ഈ സുന്ദരിക്കുട്ടി ഞാൻ ഇന്നലെ ദത്തെടുത്ത വിക്രം ചേട്ടാ, എന്റെ പെങ്ങളായിട്ട്. കിരൺ പറയുന്നതായിട്ട് വിക്രം കാവ്യയെ ചൂണ്ടി ചോദിച്ചു. അപ്പൊ ഈ നിൽക്കുന്ന കാവ്യയും? അവളെ ഞാൻ തള്ളിക്കളഞ്ഞു. പോപിശാചേ പറഞ്ഞുകൊണ്ട് കിരൺ കാവ്യയുടെ ഷോൾ പിടിച്ച് തള്ളി. ദേ വിക്രം സാറേ, നിങ്ങളുടെ കിരൺ സാറിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്ക്. മിക്കവാറും ഞാൻ തല്ലിക്കൊല്ലും. കാവ്യ മുഖം ചൊളിച്ചുകൊണ്ട് പറയുമ്പോൾ വിക്രം അവളെ സ്നേഹപൂർവ്വം ശാസിച്ചു. എന്താ കാവ്യ ഇത്? ഇങ്ങനെയാണോ ശരിക്കൊരു ഓഫീസ്? അല്ലാതെ ബലം പിടിച്ച് എയർ പിടിച്ച് എന്തിനാ നമ്മളൊക്കെ ജോലി ചെയ്യുന്നത്? ബോസ് സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞ ഇതുപോലെ ആയിരിക്കണം. കിരൺ തലയാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ ശരിയെന്നേ, പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടാ. നിങ്ങൾ പറഞ്ഞ കളിച്ചിരിയൊക്കെ മണ്ടേ മുതൽ കഴിയും. ഓരോന്ന് പറഞ്ഞൊരു ഓപ്പൺ ക്യാബിന്റെ ചുറ്റും കിടന്ന കസേരകളിൽ മൂവരിയിരുന്നു. അതെന്താ കിരൺ നീ അങ്ങനെ പറഞ്ഞ്? കാവ്യ കിരണോട് ചോദിച്ചു. ജാൻ, അവൻ തന്നെ. അവനാള് ടെററാ. ദേ, ഇപ്പൊ ഞാൻ വരാനിറങ്ങി ഇപ്പോഴും മുഖം വീർപ്പിച്ച് ഇരിപ്പുണ്ടായിരുന്നു വീട്ടിൽ. അയ്യോ, അത്രക്ക് പ്രശ്നക്കാരാണ്. മക്കളെ കാത്തിരിക്കുക. പുലിയാ, പുള്ളിപ്പുലി.
നിങ്ങളെ കൊണ്ട് മൂക്കൊണ്ട് ഞാൻ വരപ്പിക്കും. കണ്ടോ? കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.